പക്ഷെ മകളെ ഇനി ആര് സംരക്ഷിക്കും, അവൾ കിടന്നാൽ ഒരു പ്രശ്നമാണല്ലോ എന്ന്. പക്ഷെ ഇവർ മരിക്കും എന്ന് പറഞ്ഞത് സ്വയം മരിക്കാമെന്ന് ചിന്തിച്ചതെന്ന് വിചാരിച്ചിരുന്നില്ല. വീട് പറയിൽ വേല് പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു വീട് നമുക്ക് എവിടെന്നെങ്കിലും ഒരു വാടകയ്ക്ക് എടുക്കാം, അത് ഇവളെ എന്തൊരു ചെയ്യണം, അത് നമുക്ക് കുറച്ച് ദിവസം മോളെ വീട്ടിൽ ആക്കിയിട്ട് നമുക്ക് നിങ്ങളെവിടെ ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിരുന്നു. ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല. നമ്മളെ ഇന്ന് കഴിഞ്ഞ ആഴ്ചയും നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. അമ്മ മകളെ കഴുത്തറുത്ത ദാരുണമായ സംഭവം കേട്ടാണ് നെയ്യാറ്റിൻകര ഇന്നുണർന്നത്. നെയ്യാറ്റിൻകര അറക്കുന്ന് സ്വദേശിനി ലീലയാണ് മകൾ ബിന്ദുവിൻ്റെ കഴുത്തറുത്ത ശേഷം ആത്മഹത്യ ചെയ്തത്. ഇന്ന് രാവിലെ ഭക്ഷണവുമായി എത്തിയ ബന്ധുവാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബിന്ദുവിനെയും മരിച്ച നിലയിൽ ലീലയെയും കാണുന്നത്. തുടർന്ന് പോലീസെത്തി ബിന്ദുവിനെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഏറെ നാളായി ഹൃദ്രോഗത്തിൻ്റെ പിടിയിലായിരുന്നു ബിന്ദു. 1 വർഷം മുമ്പ് ലീലയുടെ മകൻ അനിൽകുമാർ ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചിരുന്നു. മകന്റെ മരണത്തിലൂടെ ഉണ്ടായ ആഘാതവും ലീലയെ തളർത്തിയിരുന്നു. നെയ്യാറ്റിൻകര ഗേൾസ് ഹൈസ്കൂളിലെ കഞ്ഞിവയ്പ് ജോലിയാണ് ലീല ചെയ്യുന്നത്. 1 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രോഗം മൂർച്ഛിച്ച ബിന്ദുവിനെ ജനറൽ ആശുപത്രിയിലെ 9ാം വാർഡിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് അമ്മ ആശുപത്രിയിലെത്തി മകൾ ബിന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒറ്റയ്ക്ക് മകളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ ലീല പ്രയാസപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ അറിയിച്ചു. അത് അമ്മ മകൻ മരിച്ചതിന് ശേഷം അമ്മ മകളെ കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ താഴെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും മെൻ്റൽ ഹോസ്പിറ്റലിലും കൂടെ ജോലിയുള്ള ഒരു പയ്യൻ വന്ന് ഒരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഫോൺ നമ്പർ വെച്ച് ഞങ്ങൾ വിളിച്ചപ്പോഴേ മകളെ കാണിച്ചു കൊടുക്കാം, മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞ സമയത്ത് എത്തിയപ്പോൾ മകളെ അവർ 9ാം വാർഡിലന്ന് റിലീസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ അയച്ചതിന് ശേഷം ശരിയായിട്ടുള്ള പരിചരണം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആ കുട്ടി ഇപ്പം എണീറ്റ് നടക്കാൻ തുടങ്ങി. നല്ല ഒരുപാട് മെച്ചപ്പെട്ടു. അപ്പോൾ എന്നിട്ട് അവർക്ക് കൊടുത്തിരുന്ന ടാബ്ലറ്റുകൾ ശരിയല്ല എന്നുള്ള തരത്തിൽ നിംസിലെ ഹോസ്പിറ്റൽ ഡോക്ടർ കണ്ടിട്ട് ഹാർട്ടിനാണ് പ്രോബ്ലം എന്ന് കണ്ടെത്തി ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ടാബ്ലറ്റുകൾ കൊടുത്തു. ആ ടാബ്ലറ്റുകൾ കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം നെഞ്ചുവേദന ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തീർന്നപ്പോൾ നെഞ്ചുവേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഇപ്പം നല്ല തരത്തിലായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇപ്പോഴ് എണീറ്റ് ടോയ്ലറ്റ് പോകത്തക്ക തരത്തിലുമായി. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്കിനി സാമ്പത്തിക പ്രശ്നമുണ്ട്, കയ്യിൽ സാമ്പത്തികം കുറവാണ്, വീട് താമസിക്കാൻ വീടും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അതിനെല്ലാം പ്രശ്നമില്ല, കാരണം റെയിൽവേയിലൊന്ന് ഇവരെ മാറ്റുമ്പോഴൊരു ചെറിയ എമൗണ്ട് കൊടുക്കും, അതിനപ്പുറത്തൊരു ചെറിയൊരു ഒറ്റ ഹാള് നമുക്ക് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം 5-6 ദിവസം കൊണ്ട് വന്ന് പറയുമായിരുന്നു, ഞാൻ മരിച്ചു പോയാൽ ഇനി ഇവളെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചേച്ചി അങ്ങ് വിചാരിക്കേണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അവർ മനസ്സിലിങ്ങനെ കരുതിയിട്ടാണ് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയും പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്ന് സൂപ്രണ്ട് അയച്ചു എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോടതിയൊക്കെയായിരുന്നു. കോടതിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരട്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരാം. വെളിയിൽ ഇറങ്ങിയപ്പോൾ ആട്ടോ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയ്യോ അതിനെന്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ തന്നെ എത്തി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരു തുക കിട്ടാൻ സാധ്യതയുണ്ട്, പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, അത് ആക്സിഡൻ്റൽ ഡെത്ത് ആണെങ്കിലാണ് കിട്ടാൻ സാധ്യതയുള്ളത്, അങ്ങനെയാണെങ്കിൽ ഒരു 10 ലക്ഷം കിട്ടും, ഇത് കുറച്ച് എമൗണ്ടെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ ഇൻഷുറൻസിൻ്റെ ഫോമും സൈൻ ചെയ്ത് വാങ്ങി ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ട് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ചേച്ചിക്ക് കിട്ടും, അത് വാങ്ങി നമുക്ക് നാളെ കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ വേറെ ഒരു കാര്യങ്ങളും ഒരു പ്രകടിപ്പിച്ചിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ തന്നെയാണ് തിരികെ കൊണ്ടുവിട്ടത്. അപ്പം മനസ്സിലാക്കുന്നത് എന്നും പറയും എനിക്ക് ഇത്രയും മോളെ ഇത്രയും നന്നായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കണം, ഇനി സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തും ഇത്രത്തോളം പ്രശ്നമാണെന്ന് കരുതിയില്ല. പിന്നെ സാമ്പത്തികം കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു അലമാര 15,000 രൂപയ്ക്ക് വിറ്റു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെറ്റി 15,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ആ സാമ്പത്തികം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ പെൻഷൻ പൈസ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മകളെ ഇനി ആര് സംരക്ഷിക്കും, അവൾ കിടന്നാൽ ഒരു പ്രശ്നമാണല്ലോ എന്ന്. പക്ഷെ ഇവർ മരിക്കും എന്ന് പറഞ്ഞത് സ്വയം മരിക്കാമെന്ന് ചിന്തിച്ചതെന്ന് വിചാരിച്ചിരുന്നില്ല. MLA കെ ആൻസലിൻ്റെ അയൽവാസിയാണ് മരിച്ച ലീല. അപ്പോൾ വേറെ വെളിയിൽ പ്രശ്നമൊന്നുമില്ല, അമ്മ തന്നെയാണ് നോക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല. നമ്മളെ ഇന്ന് കഴിഞ്ഞ ആഴ്ചയും
നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ടൈം ബി ന്യൂസ്, നെയ്യാറ്റിൻകര.